Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ സർപ്രൈസ് വിസിറ്റ് ടു ഹംഗറി. ശരിക്കും സർപ്രൈസ് വിസിറ്റ് എന്ന് പറയാൻ കാരണം ശരിക്കും ഒരു സർപ്രൈസാണ്. കാരണം എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. സോ അവൻ ഇതുവരെ അറിയത്തില്ല ഞാനവിടെ വരുന്നുണ്ടെന്ന്. ആക്ച്വലി ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഒരുപാട് നാളായി. കാരണം 2023 ഒക്ടോബർ ആ ടൈമിൽ അവൻ്റെ മാരേജ് ആയിരുന്നു. ബട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഇവിടുത്തെ കാർഡ് റിന്യൂവലിന് നമ്മൾ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ഇഷ്യൂ ആയിട്ട് എനിക്ക് കല്യാണത്തിന് കൂടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ കാർഡുണ്ട്. പിന്നെ ഞാനിപ്പോൾ യൂറോപ്യൻ ഷെങ്കൻ വിസയിലാണ്. പിന്നെ ഞാൻ ടിക്കറ്റ് പ്രൈസ് നോക്കിയപ്പോൾ ഭയങ്കര അഫോർഡബിളാണ്. പോയി വരാനായിട്ട് നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റാണ്. അപ്പം ഞാൻ കരുതി ഒരു സർപ്രൈസ് കൊടുത്താലോ ആ കൂട്ടത്തിൽ. എനിക്ക് ഹംഗറി കാണുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ഫ്ലൈറ്റ് തന്നെ എടുക്കും. സോ അതിനുള്ള പ്രിപ്പറേഷൻ, വേ ഓഫ് ജേണി, അവനെങ്ങനെ ഞെട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഓരോന്ന് സീക്വൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇത് ഞാൻ റെഡി ആവുന്നതിന് മുന്നത്തുള്ളതാണ്. അങ്ങനെ ഓരോന്ന് കാണിക്കും. ജാക്കറ്റുണ്ട്, സ്കാർഫ് ഇട്ടിട്ടുണ്ട്, ട്രോള് മുടി ജസ്റ്റ് ഒന്ന് ഇവിടെ 2 ബോബി പിൻസ് കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈർക്കിൽ സ്ലേഡ് തായ്ക്കുന്നൊക്കെ തടന്ന് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്യാബിൽ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങളല്ല, ഞങ്ങളിപ്പോൾ ഒരുപാട് നേരത്തെ എത്തും തോന്നുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എയർപോർട്ടിൽ എത്തിച്ചേരും. പിന്നെ നമ്മൾ പറക്കും. അങ്ങനെ നമ്മൾ ഫൈനലി എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഓൾറെഡി ഗേറ്റ് ഓപ്പൺ ആണ്. സോ നമ്മൾ ഗേറ്റിലോട്ട് നടക്കുകയാണ്. ചെക്ക് ഇൻ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ ലഗേജ് ഒന്നും ഇല്ലാത്ത കാരണം വേറെ ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ നമുക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ കയറുവാണ് ഞങ്ങൾ. സോ ഗൈസ് ഗേറ്റ് എത്തിയിരിക്കുന്നു. വീഡിയോ ഓഫ് ചെയ്യേണ്ടതാണ് കാരണം ഇവിടുത്തെ സെക്യൂരിറ്റികൾ സോറി. കഴിഞ്ഞ വട്ടം ഇതേപോലെ നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ ഇവിടെ ഫ്രീ ട്രയൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് അടിച്ച് പരട്ടിയായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ നമുക്ക് ഡ്യൂട്ടി ഫ്രീയിൽ. അറൗണ്ട് 40 മിനിറ്റ് നമ്മളിവിടെ പോസ്റ്റാണ്. കാരണം ഞാൻ എൻ്റെ സെയിം എയർലൈനിൻ്റെ വേറെ കൺട്രി ആയിരുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കാരണം ഇനിയും നമ്മൾ 40 മിനിറ്റ് ഇരുന്നിട്ടേ ഗേറ്റൊക്കെ ഓപ്പൺ ആവുള്ളൂ. സോ ഇവിടെ ഇങ്ങനെ ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ അധികം ഇല്ല കേട്ടോ ഞാൻ പ്രതീക്ഷ. എന്നാലും നല്ല പല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഗൈസ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ സീ വി ആർ മൂവിങ്. അപ്പോൾ നമ്മളിവിടെ ബോർഡിങ്ങിന് വേണ്ടി ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ് ഗൈസ്. സോ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ സീറ്റിൽ സെറ്റായിട്ടുണ്ട്. ബട്ട് ഇനിയും ഒരു 10 മിനിറ്റ്സും കൂടെ ഉണ്ട് ഫ്ലൈ ചെയ്യാൻ. മേ ബി അറിയാലോ റൺവേയിൽ കുറച്ച് നേരം ഓടിച്ചിട്ടതിന് ശേഷമായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ സെറ്റാണ്. ഫുള്ളല്ല, ഓൾമോസ്റ്റ് ഒരു 80% ഫുള്ളാണ്. ബട്ട് ഫുൾ ലോഡഡ് പാസഞ്ചർ ഫ്ലൈറ്റ് അല്ല എന്തായാലും. അങ്ങനെ നമ്മൾ ലാൻഡായിരിക്കാണ്. വിചാരിച്ച പോലെയല്ല, നല്ല തണുപ്പുണ്ട്. കൈയൊക്കെ മറ്റേ മുള്ളു കുത്തി കയറുന്ന പോലെയായിരുന്നു. അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ നല്ല ലോങ്ങാണ് കേട്ടോ ബസ്. കണ്ടോ നല്ല നീട്ടമുള്ള ബസ്സാണ്. ബസ്സിൽ പോയി ഇനി 25 മിനിറ്റ് ഉണ്ട് ആ സ്റ്റോപ്പിലോട്ട് എത്താൻ. ആ സ്റ്റോപ്പിലോട്ട് എത്തിയിട്ട് നമ്മളൊരു മെട്രോ പിടിച്ചു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എത്തുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഒന്നും അറിയത്തില്ല കേട്ടോ പാവം. ഇവിടെ റൂംമേറ്റ്സ് വാതിലൊക്കെ തുറന്നു. ഐസിനെ പോയി തുറക്കാം.
ബർത്ത്ഡേ. ഫ്ലൈറ്റിന് വന്നു. What is there? Come, sir. വായും കൊണ്ട്. Sir, sir. Happy birthday to you. Happy birthday to you. Happy birthday, dear Anshua. Happy birthday to you. What the fuck is that, bro? You are 31 and you're old now. Who's gonna light the candles? You are getting Buddha. You are old, you are 31. അതാ കത്തിക്കണ്ടേ? Blow the candles, bhai. 1, 2. Happy birthday to you. Happy birthday to you. Happy birthday, dear കല്യാണം ഒന്ന് കഴിച്ചതാ കൊറേ കിട്ടി. उनको भी छोटा എന്തോ Yes. സമാധാനത്തിൽ. Now, officially? Oh, you just cooked it now. No, we bought it. Yay! Oh, with Roy bhai. Start. അല്ല അവർക്ക് പറഞ്ഞാ No, you do it. എനിക്ക് നൈസായിട്ട് എനിക്കൊന്ന് വായിൽ വെച്ചത്, പക്ഷെ അതെൻ്റെ മൂക്കി കൊണ്ടാണ് വെച്ചതെന്ന് മാത്രം. അങ്ങനെ നമ്മളിവിടെ ഓരോരുത്തർക്ക് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിർബന്ധിച്ചപ്പോൾ ഒരു പീസ് തന്നു. അവിടുത്തെ പുള്ളിയുടെ റൂംമേറ്റ്സാണ്. അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്ന കാര്യം.